എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, ദുനിയാവ് വേണ്ടടാ, വലിച്ചെറിയടാ മോനെ. സമ്പത്തിനോട് എന്തിനാ ആർത്തി? എന്തിനാണ് മക്കളെ? സമ്പത്തിനോട് ആർത്തിയില്ല, അധികാരത്തോട് ആർത്തിയില്ല, കൊട്ടാരങ്ങളോട് ആർത്തിയില്ല. എല്ലാം വലിച്ചെറി മക്കള്. നിനക്ക് വേണ്ടതൊക്കെ അല്ലാഹു തരുമടോ. എന്റെ പ്രിയപ്പെട്ട യുവതലമുറ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ്. പഠിച്ചവനെ ഉസ്താദേ, പൈസയില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഇന്നെല്ലാവരും വല്ലാത്ത പറയുന്ന വാക്കാണ്, പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പഠിച്ചവനെ എല്ലാവരും ഏത് വഴിയിലൂടെയും സമ്പാദ്യമുണ്ടാക്കുകയാണ്. എടാ, കള്ളിന് ലഹരിയുണ്ട്, കഞ്ചാവിന് ലഹരിയുണ്ട്, ഇതുപോലെ സമ്പത്തിനും ലഹരിയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാ, എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചു, സിറാജ്, മരിക്കുന്ന ദിവസം വരെ തിന്നുന്ന ഭക്ഷണത്തിന്റെ മുകളിൽ എന്റെ പേര് അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. ഞാൻ തിന്നുന്ന ഭക്ഷണം നിങ്ങൾ ഒരാളും തിന്നാറില്ല. നിങ്ങൾ എഴുതിയ ഭക്ഷണം ഞാനും കഴിക്കാറില്ല. അവനവന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാണ്. അത് നടക്കേണ്ടതുപോലെ നടക്കും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാ, എല്ലാവരും പറയുന്നത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറയുമില്ലടാ ചെറുപ്പക്കാരാ, ജീവിക്കണമെങ്കിൽ പണം വേണ്ട പൊന്നുമോനെ. ജീവിക്കണമെങ്കിൽ പണം വേണമെന്ന് ആരാ പറഞ്ഞത്? ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? നീ എന്തിനാ ജോലി ചെയ്യുന്നത്? കടലിൽ പോയി മീൻ പിടിക്കുന്നവരുണ്ടല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. എന്തിനാ സഹോദരാ നീ കഷ്ടപ്പെടുന്നത്? നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ഭക്ഷണം കൊടുക്കാനല്ലേ? നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ഭക്ഷണം കൊടുക്കണം. ഒരാളുടെ മുമ്പിലും കൈ നീട്ടരുത്. ഭക്ഷണത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിലും കൈ നീട്ടരുത്. അല്ലാഹുവേ, അങ്ങനെ ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. പറയുന്നത് പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്നാ. ഞാൻ പറയുന്നത് വേണ്ടെന്നാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണ്ട. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എല്ലാരും ജോലിക്ക് പോകുന്ന എന്തിനാ? തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും തിന്നാൻ കൊടുക്കണം. വല്ലതും നമുക്കും തിന്നണം, ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കഴിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിനെ ജോലിക്ക് പോണേ, അതിന് ജോലിക്ക് പോണോ? ഇവിടെ കഴിക്കാൻ ഭക്ഷണം വേണോ? കഴിക്കാൻ ഭക്ഷണം മതിയോ? നീ ജോലിക്ക് പോയി എത്ര ദിവസം നിനക്ക് ഭക്ഷണം കിട്ടും? എങ്കിൽ അല്ലാഹു പറയുകയാ, നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലമൊന്നുമല്ല, മരിക്കുന്ന കാലം വരെ നിന്റെ വീടിനകത്ത് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരാന്ന്? ആര് തരും? ഉറക്കപ്പറ, ആര് തരും? അല്ലാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ ഈ ബങ്കരയിൽ ഏത് വീട്ടിൽ പട്ടിണി വന്നാലും നിന്റെ വീട്ടിൽ വരില്ല. ഈ നാട്ടിലെ ഏത് കോടീശ്വരന്റെ വീട്ടിൽ പട്ടിണി വന്നാലും മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ തിന്നാനില്ലാത്ത ഒരു ദിവസം വരില്ല. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. നിനക്ക് മാത്രമല്ല, ഭാര്യക്കും തരാം, മക്കൾക്കും തരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് എങ്ങനെ പറ്റിക്കോ? അല്ലാഹ് പറ്റിക്കോ? നിങ്ങൾ എന്റെ കൂടെ കൂട്. പറ്റിക്കോ? അല്ലാഹ് തരാന്ന് പറഞ്ഞാൽ തരുവോ? ഉറപ്പാ. എങ്കിൽ അല്ലാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. പൈസ വല്ലതും കൊടുക്കണോ? കൈക്കൂലി വല്ലതും കൊടുക്കണോ? അല്ലാഹ് പറയുന്നു, 5 നയ. ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നത്. ഇന്നത്തെ പെണ്ണിനും ആണിനും ഞാൻ പറയണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന തലമുറയ്ക്ക് പഠിപ്പിച്ചിരുന്ന ഏറ്റവും വലിയ പാഠമാണ്. എടാ, അല്ലാഹ് പറയുന്നു, നീ എനിക്ക് പൈസ തരണ്ട, നീ ഉറക്ക ഒഴിയണ്ട, നീ കഷ്ടപ്പെടണ്ട, നീ രാവും ഇങ്ങനെ നടക്കണോ? അല്ലാഹ് പറയുന്നു, മരിക്കുന്ന കാലം വരെ ഭക്ഷണം ഞാൻ തരാം. പക്ഷെ ഒറ്റ ഒരു നന്മ ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരേ ഒരു നന്മ, പൈസ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്ക ഒഴിയണ്ട, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒറ്റ
ഒറ്റ നന്മ ചെയ്ത മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ചെയ്യണ്ടേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ അല്ല പറയുകയാ, 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ നിസ്കരിച്ചാ മതി, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആര് നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കരിക്കുന്നവനും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഇത് ബംഗര. ഈ ബംഗരയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? നിങ്ങൾ എന്തോടെ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ആരടോ? നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദോ ചങ്ങായി? നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിന് ഇറച്ചിയില്ലാത്ത ദിവസമുണ്ടോ? നല്ല കഷ്ടം. നീ ഉണ്ടോ താത്ത? എല്ലാ ദിവസവും ഇറച്ചിയിലാണ് താത്ത ഒന്ന് കൈവക്കിക്ക്. എല്ലാ ദിവസവും നല്ല 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 ചാളയും മത്തിയൊക്കെ കളഞ്ഞിട്ട് നല്ല മീൻ തിന്നാറുണ്ട്. പറ ഉസ്താദ് വല്ലതും മേടിച്ചു തരാൻ കെട്ടിയവന്റെ അടുത്ത് പറയണേ. ഇവിടെ എല്ലാ ദിവസവും ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഇരിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? അത് ഉസ്താദിന്. കിളയ്ക്കാൻ എന്താ പറയാ, മറ്റേ ജോലിക്ക് പോണ മേശരിമാരുടെ ഒക്കെ പോലെ കൂലിപ്പണിക്ക് പോകുന്നവൻ എന്താ ശമ്പളം? ഞങ്ങളുടെ നാട്ടിലൊക്കെ 900 കൊടുക്കുന്നു. മോനെ വെള്ളം എറിയാതെ കൂലിപ്പണിക്ക് പോകുന്നതിന് എത്ര ശമ്പളം ഉണ്ട്? 800, 900, 1000. പള്ളിയിലെ ഉസ്താദിന്റെ ശമ്പളം ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം ആർക്കാ? ഉസ്താദിന്. ഉസ്താദിന് ആകെ കിട്ടണത് 15,000 അല്ലെങ്കിൽ 20,000. ഭാര്യക്കുണ്ട്, മക്കളുണ്ട്, സ്കൂളുണ്ട്, ട്യൂഷൻ ഉണ്ട്, മക്കൾക്ക് വസ്ത്രം എടുക്കണം, ഭാര്യക്ക് സ്വർണ്ണം എടുത്തു കൊടുക്കണം, കറങ്ങാൻ കൊണ്ടുപോകണം, തിന്നാൻ കൊടുക്കണം. എന്നിട്ട് ഉസ്താദ് ബാങ്കിൽ കൊണ്ടിടുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദ. അല്ലാഹു എത്ര കൊല്ലമായി? 15 കൊല്ലം. ഒരു പള്ളിയിലൊക്കെ 13 കൊല്ലം ഇരിക്കണമെങ്കിൽ അല്ലാഹു ആയിരം വർഷം ഈമാൻ നൽകുമാറാകട്ടെ. സാധാരണ അത്ര തന്നെ ഇരിക്കാറില്ല കേട്ടോ. സാധാരണ ഒരു ജുമാ തന്നെ നടത്തിപ്പോണ പാടെന്താണെന്നറിയില്ല. ഒരു ഉസ്താദൊക്കെ 13 കൊല്ലം ഇരിക്കാന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരൊക്കെ നല്ലവരാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖൈറാകുന്ന കാലം വരെ ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഉസ്താദിന് ഭക്ഷണം അല്ല കൊടുക്കുന്നത്? നിങ്ങൾ ആര് പള്ളിയിൽ പോയില്ലെങ്കിലും ആ ചങ്ങാതി പള്ളിയിലുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെ പ്രസിഡന്റ് പോ, എല്ലാ ദിവസവും സെക്രട്ടറി പോ, നിങ്ങൾ ആര് പള്ളിയിൽ പോയില്ലെങ്കിൽ ഈ ചങ്ങാതി 5 നേരം പള്ളിയിലുണ്ട്. അയാൾ നിസ്കരിക്കുന്നത് കൊണ്ടാണ് അല്ലാഹു അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സിറാജ് ഞാനും നിസ്കരിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഇരിക്കണ ഫർദ ഇട്ട ഉമ്മ ചോദിക്കണം, സിറാജ് അതെന്തൊരു പറച്ചില്ല സിറാജ്? ഞാനും 5 നേരം നിസ്കരിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല. ഉസ്താദിനാണെങ്കിൽ ഏറ്റവും നല്ല ഫുഡ്, എനിക്കാണെങ്കിൽ കഞ്ഞിയും പയറും. നീ ചോദിക്കണ ചോദ്യം, ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, എനിക്ക് എന്തേ നല്ല ഫുഡ് കിട്ടാത്ത? ഉസ്താദും നീയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഉസ്താദ് 5 വഖത്ത് സമയത്ത് നിസ്കരിക്കും, നീ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദ് എപ്പോൾ നിസ്കരിക്കും? ബാങ്ക് വിളിച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ ആ ചങ്ങാതി നിസ്കരിക്കും. നീ എപ്പോഴാണ് നിസ്കരിക്കുക? 12:15 ബാങ്ക് വിളിക്കും, നീ എപ്പോഴാണ് നിസ്കരിക്കണം? സത്യം പറ. നീ ചോറ് വെക്കണം, കറി വെക്കണം, വീട് വെക്കണം, തൂക്കണം, കുളിക്കണം, എല്ലാം കഴിഞ്ഞ് 2:45 പോയി നിസ്കരിക്കും. അതാ വ്യത്യാസം. അതാണ് നിങ്ങൾ തമ്മിലുള്ള, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. എന്താ? എന്റെ കാര്യം ഇവിടെ ഖലീൽ ഹത്തീബിനെ പിടി. നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ ചങ്ങാതി സമയത്ത് നിസ്കരിക്കും, നീ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. അതാ വ്യത്യാസം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
എടാ ചങ്ങായി, ഖുർആനാടാ പറഞ്ഞ, സിറാജ് പറഞ്ഞൊന്നുമല്ല. സൂറത്തു ത്വാഹ അല്ലാഹ് പറയുന്നു, നീ 5 നേരം നിസ്കരിക്കുമെങ്കിൽ മരിക്കുന്ന കാലം വരെ നീ നിന്റെ വാപ്പാനെ കുറിച്ച് ചിന്തിക്കും. വാപ്പ 9 മണിക്ക് ഉറങ്ങിയിട്ടുണ്ടാകും. നമ്മുടെ വാപ്പ രാത്രി പണിക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? എടാ പണ്ടത്തെ ഉപ്പാമാരെന്ന് പറഞ്ഞ അവര് സമയത്ത് തിന്നും. ഇന്നത്തെ ചങ്ങാതിയുടെ അവസ്ഥ, നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കണം എത്ര പേരുണ്ട്? ഇല്ല. ഉറങ്ങാറുണ്ടോ? സ്വന്തം പെണ്ണുപിള്ളയെ സ്നേഹിക്കാറുണ്ടോ? മക്കളോട് സംസാരിക്കാൻ സമയമുണ്ടോ? നിനക്കൊന്നിനും സമയമില്ല. നീ രാവും പകലും ജോലി, എന്നിട്ട് നിനക്ക് വല്ലതുണ്ടോ? ഒന്നുമില്ല. എന്നാ നിന്റെ വാപ്പ ഉമ്മായിട്ട് അടക്കുന്നുണ്ട, പ്രണയോടി അടക്കണവരടക്കണം. ഇവിടെ വാപ്പായും ഉമ്മായുടെ ജീവിതം കണ്ട കൊതി തോന്നാറുണ്ട്. ചില മക്കള് പറയാറുണ്ട്, എന്റെ ഉപ്പ എന്റെ ഉമ്മാനെ അടിക്കണം, ചീത്ത വിളിക്കണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. ഇത് അങ്ങനെയാണ് നമ്മുടെ ഉമ്മമാര്. എന്റെ ഉമ്മ എന്റെ ജീവിതത്തിൽ 38 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും എന്റെ ഉമ്മ എന്നെ തൊട്ടിട്ടില്ല ഇന്നേ വരെ. എന്റെ ഉമ്മച്ചി ഞാൻ ഉമ്മാനോട് ദേഷ്യപ്പെടും, എന്നാൽ എന്റെ ഉമ്മ ദേഷ്യപ്പെടുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇവിടെ പണ്ടുള്ളവരങ്ങനെ, പണ്ട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവര് സമയത്ത് തിന്നും, സമയത്ത് ഉറങ്ങും, രാത്രി ഡ്യൂട്ടിക്കൊന്നും പോകാറില്ല. എന്നിട്ട് അവരൊക്കെ സന്തോഷത്തോടെ ജീവിച്ചു. എന്തുകൊണ്ട്? അവർ 5 നേരം നിസ്കരിച്ചത് കൊണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നോ വാപ്പ നിസ്കരിച്ച ഉമ്മ നിസ്കരിക്കത്തില്ല. ഇനി വാപ്പായും ഉമ്മായി നിസ്കരിച്ച മക്കൾ നിസ്കരിക്കത്തില്ല. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവന് മലയാളം മനസ്സിലാവുമെന്ന് അറിയാനാ ചോദ്യം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവന് ഉറക്കപ്പറ. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു മഹ്ലൂക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ വാപ്പ ഒന്ന് കൈവക്കിക്കേ. ഒന്ന് കൈവക്കിക്കേ താത്താമാരെ. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഉമ്മ ആരാ? മൊബൈല് തരാത്തതിന്റെ പേര് പട്ടിയെ തല്ലണ പോലെ തല്ലിയിട്ടുണ്ടല്ലേ? അതെങ്ങനെ തല്ലാനാ? ഇങ്ങോട്ട് നോക്കിക്കേ. നീ തല്ലാൻ പോയ മോൻ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കും. ഇതിനെന്നറിയോ? പണ്ടൊരുത്ത ഹജ്ജിന് പോയി, ജംറയിൽ പോയിട്ട് കല്ലെറിയ ഷെയ്ത്താനെ കല്ലെറിയുമ്പോ ഷെയ്ത്താൻ ചോദിക്കുന്നുണ്ട്, അളിയ നമ്മൾ തമ്മിൽ ഇത് വേണമെന്ന്. നീ എന്നെ എറിയുന്നോടാ. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലോ. പള്ളി പോടാ. മോൻ വാപ്പാനോട് പറയുന്നുണ്ട്, മനസ്സിൽ പറയുന്നുണ്ട്, ആദ്യം നിങ്ങളൊന്ന് പള്ളിയിൽ പോ വാപ്പ, എന്നിട്ട് വാ എന്നെ തല്ല. ഉമ്മച്ചി ഇങ്ങനെ ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. മഗ്രിബ് കഴിഞ്ഞിട്ട് ഇവിടെ സീരിയലൊക്കെ ഉണ്ടോ? പിന്നെ ഇല്ലേ? ഇല്ല, ഒന്നുമില്ല. മഗ്രിബ് കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഇരിക്കും. അപ്പഴാ ബാങ്ക് വിളിക്കണം. ഉടനെ ഉമ്മ വിളിക്കാം, മോളെ നിസ്കരിക്ക. ഞാനിവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുക, നീ നിസ്കരിക്ക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ല പറയടാ ചങ്ങാതി, മരിക്കുന്നത് വരെ ഞാൻ തരാം. നീ വിചാരിക്കുന്ന ജോലിക്ക് പോകുന്നോണ്ട അല്ല. കടലിൽ പോകുന്നില്ല മീൻ പിടിക്കാൻ, കിട്ടുന്നുണ്ടോ മീൻ? ചിലർക്ക് കിട്ടണം, ചിലർ കിട്ടുന്നില്ല. ഞാൻ ഒരിക്കൽ കടലിൽ പോയി, പറയാതിരിക്കലും നല്ലത്. വലിയ ഓളത്തിൽ ചാടിക്കേറി പോയതാ. ഓട്ടി കയറി അങ്ങോട്ട് പോയി, പിന്നെ കയ്യും കാലും പിറക്കാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് പോയപ്പോ പറച്ചന് ആകാശവും വെള്ളവും, വേറൊന്നും കാണാനില്ല. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ എന്റെ മുമ്പിൽ ഒരു ബോട്ട് പോകുന്നുണ്ട്. അവർക്ക് മീനൊന്നും കിട്ടിയില്ല. എന്നാൽ നമ്മൾ പോയ ബോട്ട് അങ്ങോട്ട് ഇട്ടപ്പോ ലക്ഷക്കണക്കിന് രൂപയുടെ മീൻ. റിസ്ക് റബ്ബ് തരുവടോ. ജോലിയൊന്നും വേണ്ട, തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെറുപ്പക്കാരെ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ഈ സഹാബിയെ പട്ടിണി കിട്ടിരിക്കുക, ഭക്ഷണം പോലും കൊടുക്കാതെ ജയിലിനകത്ത് കൊണ്ട് അടച്ചിട്ടിരിക്കുക. ഈ സഹാബിക്ക് ഭക്ഷണം കൊടുത്തതായി ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിസ്കരിച്ച ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു നമുക്ക് നല്ല ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി എന്താ വേണ്ടേ? ഇനി എന്ത് വേണം? തിന്നാൻ കിട്ടി. ഇനി എന്താ വേണ്ടത്? ഇനി ലോകത്തുനിന്ന് യാത്ര പറയുമ്പോ ഈമാനോട് കൂടി മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിച്ചാൽ മതി, അത് ഞാൻ തരാം. അല്ല പറഞ്ഞു, നീ നിസ്കരിച്ചാൽ മതി, ഞാൻ തരാം. നീ വല്ലവരും വെള്ളിയാഴ്ച മരിച്ചു, ചൊവ്വാഴ്ച മരിച്ചു എന്ന് പറഞ്ഞ് നടക്കണ്ട. നിനക്ക് നല്ല മരണം വേണോ? ഞാൻ തരാം നല്ല മരണം. നിസ്കരിക്കണം മക്കളെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയണം, മക്കളെ മുടിയൊക്കെ ഇങ്ങനെ വളർത്തി കീറിയ പാൻറ്റിട്ടൊക്കെ നടന്നാലും നിസ്കരിക്കാൻ പഠിക്കേണ്ട മക്കൾ. 5 നേരം നിങ്ങൾ നിസ്കരിക്കുക. നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. അല്ലാഹു നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ദുനിയ
ദുനിയാവല്ല. ദുനിയാവ് ഇങ്ങനെ പിടിക്കാൻ പോയാൽ നിന്നെ പറ്റിക്കൂടെ ചങ്ങാതി. ഒരിക്കൽ ഉസ്താദിനെ കാണാൻ ശിഷ്യം വന്നു. ജോലിയൊക്കെ കിട്ടി ഇത്തിരി പൈസയായപ്പോ ഗുരുവിനെ കാണാൻ വേണ്ടി ശിഷ്യം വന്നു. ഉസ്താദിന്റെ അടുക്കൽ ചെന്നിട്ട് ഒരു സ്വർണ്ണ നാണയം കൊണ്ടുപോയി ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, ദുനിയാവ് എനിക്ക് വേണ്ട, നീ എടുത്തോളാം. ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു, എനിക്ക് വേണ്ട, നീ എടുത്തോ. ശിഷ്യന് ഭയങ്കര സങ്കടം വന്നു. ഇറങ്ങിപ്പോകുന്ന വഴിയിൽ ഉസ്താദിന്റെ ഷൂ കടക്കുന്നത് കണ്ടു. ആ സ്വർണ്ണ നാണയം ആ ഷൂവിനകത്ത് വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഉസ്താദ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ, കുട്ടികളുമായിട്ട് ഇറങ്ങി വരുമ്പോ ഉസ്താദിന്റെ ഷൂവിനകത്ത് ഒരു സ്വർണ്ണ നാണയം കിടക്കുന്നു. ഉസ്താദ് പറഞ്ഞു, ദുനിയാവെന്ന് പറഞ്ഞ ഇതാ, വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞ ഇതുപോലെ കാൽച്ചുവട്ടിൽ വന്ന് കിടക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു നോക്ക്. വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാൽ ആ വലിച്ചെറിഞ്ഞത് നമ്മളെ തേടി വരുമടോ ദുനിയാവതാ. വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ നമ്മളെ തേടി വരികയാണ്. പിടിക്കാൻ പോയാ നിഴലിനെ പോലെയാണ്, പറ്റിച്ചു കളയും ചെറുപ്പക്കാരാ. അതുകൊണ്ട് പെങ്ങളെ, മോളെ, അല്ലാഹുവേ, ദുനിയാവിനോടുള്ള ആഗ്രഹമങ്ങ് കളപങ്ങള്. പ്രായം കുറെ ആയില്ലേ ഉമ്മ, ഇനിയെങ്കിലും നിനക്കൊന്ന് ഒതുങ്ങിക്കൂടെ, ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ. ഈ വാഴ കേൾക്കാമെന്ന 30-40 വയസ്സ് കഴിഞ്ഞ വാപ്പാ, എടോ, ഈ വാഴ വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരെക്കാലം കഷ്ടമായി ജീവിക്കുന്ന 45-50 വയസ്സുള്ളവരുണ്ടല്ലോ. മാറ്റം ജീവിതത്തിൽ വരേണ്ട സമയം കഴിഞ്ഞു. 40 വയസ്സായ നന്നാകണമെന്ന, 40 വയസ്സായ നന്നാകണമെന്ന, ജീവിതത്തിൽ മാറ്റം വരുത്തലേ ബാപ്പാ. 40 വയസ്സ് കഴിഞ്ഞ ഉമ്മമാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകണ്. 40 വയസ്സ് കഴിഞ്ഞ് തെറ്റ് ചെയ്താ നീ പേടിക്കണം പെങ്ങള്. എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, 39 വയസ്സുകാരൻ തെറ്റ് ചെയ്യുന്നത് പോലെയല്ല, 40 വയസ്സുകാരൻ പാപം ചെയ്താ അവന് ഇരട്ടിയാണ് ശിക്ഷയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള, അല്ലാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞവനാ, ആഖിറത്തെ ഇഷ്ടപ്പെട്ടവനാ. പടച്ചവനെ, രണ്ടാമത്തെ വിഭാഗമാരാ? വിശദീകരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിക്കുന്ന രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? അനവകാഫിൽ യതീമി ഫീ ജന്നതി ഹകദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൈവിരലുകൾ ചേർത്ത് വെച്ചിട്ട് നബി തങ്ങൾ പറയുകയാണ്, യതീമിനെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, യതീമിനെ സഹായിക്കുന്നവരുണ്ടല്ലോ, യതീമിനെ സഹായിക്കുന്നവരുണ്ടല്ലോ, അവര് നാളെ സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ കേൾക്കാമെന്നവരെ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ. പടച്ചവനെ, ഒരു ദിവസം ജൗഫർ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹു. ആ ജൗഫർ എന്ന് പറയുന്ന സ്വഹാബി രാത്രി വീട്ടിലേക്ക് കടന്നു വരികയാണ്. തുള്ളിച്ചാടിക്കൊണ്ടാ കടന്നു വരുന്നത്, വലിയ സന്തോഷത്തോടെയാണ് കടന്നു വരുന്നത്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ
അസ്മാ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സന്തോഷത്തോടെ തുള്ളിച്ചാടി വരികയാ. അവിടുന്ന് ചോദിക്കുന്നു, ജൗഫറേ എന്തേ എത്ര സന്തോഷമുണ്ട്, എന്തേ എത്ര സന്തോഷമുണ്ട്? ജൗഫർ എന്ന് പറയുന്ന സ്വഹാബി പറഞ്ഞു, അസ്മാ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി, എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി. ഞാൻ യുദ്ധത്തിന്റെ നേതാവാണ്, എന്നെ നേതാവാക്കി എന്ന് നബി തങ്ങളോട് പറയുകയാണ്, തന്റെ ഭാര്യയോട് പറയുകയാ. പടച്ചവനെ അവസാനം ജൗഫർ റളിയല്ലാഹു തആല അൻഹു പിറ്റേ ദിവസം യുദ്ധത്തിന് വേണ്ടി തയ്യാറായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ യുദ്ധത്തിന് പോകുമ്പോൾ വേണ്ട സാധനങ്ങൾ മുഴുവനും ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുകയാ. ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും തന്റെ മക്കളെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ജൗഫറിനറിയാ തിരിച്ചു വരില്ല എന്ന്. ഇനി ജീവനോടെ തിരിച്ചു വരില്ലെന്ന്. കാരണം ആ യുദ്ധത്തിന്റെ പ്രത്യേകത, നബിതങ്ങൾ മരണം പറഞ്ഞു. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പേ, യുദ്ധത്തിന് മുമ്പേ നബിതങ്ങൾ മരണം പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 സ്വഹാബികളെ തെരഞ്ഞെടുത്തു. നീയാണ് യുദ്ധം നയിക്കേണ്ടത്, ഒന്നാമത്തെ അമീർ നീയാണ്. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീ വേണം യുദ്ധം നയിക്കാൻ. ആ സ്വഹാബിയോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ. മൂന്നാമത് ജൗഫറെ, നീ കൊടി പിടിക്കണം. ജൗഫറെ, നിനക്ക് എന്തെങ്കിലും പറ്റിയാ സ്വഹാബ നിങ്ങളിൽ ആരെങ്കിലും പിടിക്കണേ. ഈ യുദ്ധത്തിന്റെ അർത്ഥം, ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഒന്നാമത് നീ മരിക്കും, രണ്ടാമത് നീ മരിക്കും, മൂന്നാമത് നീ മരിക്കും. 3 പേരോടും നബിതങ്ങൾ മരണം പറഞ്ഞു. അതുകൊണ്ട് ജൗഫറിനറിയാ തിരിച്ചു വരില്ല എന്ന്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവളോട് സലാം പറയുകയാണ്. ചെറുപ്പക്കാരാ, നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രമാടാ മോനെ. നീ കാണിക്കുന്നത് എന്താണ്? ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം എന്താണ്? നിങ്ങളെ പഠിക്കണേ പൊന്നുമോള്. ജൗഫർ എന്ന് പറയുന്ന സ്വഹാബി അവിടുന്ന് സലാം പറഞ്ഞിറങ്ങുകയാണ്. രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞതുപോലെ ഒന്നാമത്തെ നേതാവ് വീണു, രണ്ടാമത്തെ നേതാവ് ഏറ്റെടുത്തു, രണ്ടാമത്തെ നേതാവും വീണു. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല ഓടിച്ചെന്ന് ഇസ്ലാമിന്റെ കൊടിയെടുക്കുകയാണ്. ഇസ്ലാമിന്റെ കൊടിയെടുക്കുകയാണ്. അതാ ഇടത് കൈയിൽ കൊടി പിടിച്ചിട്ട് വലത് കൈയിൽ വാള് പിടിച്ചുകൊണ്ട് ശത്രുവിന്റെ ഇടയിലേക്ക് പാഞ്ഞു കയറുമ്പോ ജൗഫർ തങ്ങളുടെ ഇടത് കൈയങ്ങ് വെട്ടിമുറിച്ചടാ പൊന്നുമോരെ. ഇസ്ലാമിന്റെ കൊടി താഴെ വീണു. ജൗഫർ തങ്ങളെ താഴെ വീണ കൊടി വലത് കൈ കൊണ്ടെടുത്തു. മുന്നോട്ട് നടക്കുമ്പോ വലത് കൈയും വെട്ടിമുറിക്കുകയാണ്. കൊടി താഴെ വീണു. പടച്ചവനെ, 2 കൈയും മുറിക്കപ്പെട്ടു. നേതാക്കന്മാര് 3 പേരും മുതാ വീഴുകയാണ്. 3 നേതാക്കന്മാരും വീണടോ. ജൗഫർ തങ്ങൾ നോക്കുമ്പോ സ്വഹാബത്തിന്റെ മുഖത്തൊരു ഭയം കാണുകയാ. കാരണം 3 പേരും വീണിരിക്കുകയാണ്. സ്വഹാബത്തിന്റെ മുഖത്തൊരു ഭയം കണ്ടപ്പോ ജൗഫർ തങ്ങൾ പറഞ്ഞു, ആ കൊടിയെടുക്കാൻ, ആ താഴെ വീണ കൊടിയെടുക്കാൻ. ആ കൊടിയെടുത്തപ്പോ ജൗഫർ തങ്ങൾ പറഞ്ഞു, എന്റെ നെഞ്ചിലേക്ക് വെക്കാൻ. എന്നിട്ട് അറ്റുപോയ കൈയുണ്ടല്ലോ, ആ കൈ കൊണ്ട് കൊടി ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ജൗഫർ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, സ്വർഗം വേണ്ടവരെന്റെ പുറകിൽ വാ. സഹാബാ, സ്വർഗം വേണ്ടവര് എന്റെ പുറകിൽ വാ. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സഹാബാ. ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ശത്രുക്കളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറിയടാ. ചെറുപ്പക്കാരാ, തുണ്ടം തുണ്ടമായി വെട്ടി തുറക്കുകയാ ജൗഫർ തങ്ങള്. രണാങ്കണ
കിണറ്റിൽ പിടഞ്ഞു വീണു മോനെ. അവസാനം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ നേതാവായി ആ യുദ്ധം പിന്നീട് വിജയിക്കുകയാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, എന്റെ ജൗഫർ ഷഹീദായി സഹാബ, എന്റെ ജൗഫർ ഷഹീദായി സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് മുഴുവനും സങ്കടത്തിലായി. പടച്ചവനെ, എല്ലാവരും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എല്ലാവരും അവിടെന്ന് പറയുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് പറയണം, സ്വഹാബ മരിച്ചല്ലോ, ജൗഫർ ഷഹീദായല്ലോ, ഭാര്യ അറിഞ്ഞിട്ടില്ല, കുടുംബം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പോയെന്ന് പറ സഹാബ. നബി തങ്ങൾ പറയുമ്പോ ഒരാള് പോലും എഴുന്നേക്കുന്നില്ല. നബി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന സ്വഹാബത്ത് ഒരാള് പോലും എഴുന്നേക്കുന്നില്ല. പോയി പറയാൻ ഒരാളും തയ്യാറാകുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തേ, ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നതാരാണ്? ഒരാള് പോലും മിണ്ടുന്നില്ല. നബി തങ്ങൾ പിന്നെയും പറഞ്ഞടോ. ആരും മിണ്ടാതെ വന്നപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾക്ക് എന്തു പറ്റി സഹാബ? നിങ്ങൾക്ക് എന്തു പറ്റി സഹാബ? നിങ്ങൾ ആരും എഴുന്നേക്കാത്തത് എന്തുകൊണ്ടാണ്? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ധൈര്യമില്ലാത്തത് കൊണ്ടാണ് നബിയേ, ധൈര്യമില്ലാത്തത് കൊണ്ടാണ് നബിയേ. കാരണം ജൗഫർ എന്ന് പറയുന്ന സ്വഹാബിക്ക് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളുണ്ടടാ ചെറുപ്പക്കാരാ. ഈ വാത് വെച്ചിരിക്കുന്ന യുവത്തവേ, ജൗഫർ എന്ന് പറയുന്ന സ്വഹാബിക്ക് 3 മക്കളാണ്. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 ആൺമക്കള്. വാത് കേൾക്കാമെന്ന ഫർദയിട്ട ജീവിതം ആസ്വദിക്കുന്ന പെണ്ണേ, അസ്മാഇന് 19 വയസ്സേ ഉള്ളൂ. ആ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ 19 വയസ്സാണ് ആ പെണ്ണിന്. ആ പെണ്ണിന്റെ മുമ്പിൽ ചെന്നിട്ട് നിന്റെ ഭർത്താവ് മരിച്ചെന്ന് പറയാൻ ആ 3 മക്കളോട് നിങ്ങളുടെ വാപ്പ മരിച്ചു പോയെന്ന് പറയാ ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ. എങ്ങനെ പറയും നബിയേ? എങ്ങനെ പറയും നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി. നബിതങ്ങൾ പറഞ്ഞു, എന്തായാലും പറയണം, എന്തായാലും മരണവാർത്ത പറയണം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം, നമുക്ക് ഒരുമിച്ച് പോകാം. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും അങ്ങനെ ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. മരണവാർത്ത പറയാൻ പോകുമ്പോ ആ വീട്ടിലെ അവസ്ഥ എന്തെന്നറിയുവോ? യുദ്ധം കഴിഞ്ഞ് എല്ലാവരും വരാൻ തുടങ്ങി. യുദ്ധം കഴിഞ്ഞ് എല്ലാവരും വരാൻ തുടങ്ങി. അസ്മാ എന്ന് പറയുന്ന 19 വയസ്സുള്ള പെണ്ണ് തന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുകയാ. ഭർത്താവ് മരിച്ചതറിഞ്ഞിട്ടില്ല. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ കഴിക്കാൻ കൊടുക്കാൻ ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ്. 3 മക്കളെയും എണ്ണ തേപ്പിച്ചു കുളിപ്പിച്ചു. എന്നിട്ട് വീടിന്റെ മുമ്പിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. എന്തിനാ? വാപ്പ വരുമ്പോ കാണുമ്പോ സന്തോഷമാകുമല്ലോ. 2 കൊല്ലം ഗൾഫിൽ കിടന്നിട്ട് തിരിച്ച് മംഗലാപുരം എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ പടച്ചവനെ വാതിലിന്റെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ പൊന്നാര മക്കളെ കാണുമ്പോ ഉപ്പ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമല്ലോ. അത് വല്ലാത്ത ഒരു സന്തോഷമല്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് തന്റെ മക്കൾ തന്റെ ഭർത്താവ് വരുമ്പോ കാണാൻ 3 മക്കളെയും എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ഒരുക്കി വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. പടച്ചവനെ അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം വെക്കുകയാണ്. അപ്പോഴാണ് മക്കള് വിളിച്ചു പറഞ്ഞു, ഉമ്മാ, അല്ലാഹുവിന്റെ പ്രവാചകനും വാപ്പയും വരുന്നുമ്മാ. കാരണം അല്ലാഹുവിന്റെ
റസൂലും സ്വഹാബത്തും ഇങ്ങനെ വരികയാണ്. വാപ്പയുണ്ടാകുമെന്നറിയാ. അതുകൊണ്ട് മക്കള് പറഞ്ഞു നബിതങ്ങളും വാപ്പയും വരുന്നുമ്മ. മക്കളിറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ആ മക്കളെ വിടന്ന് ചുംബിക്കുകയാ. എന്നിട്ട് തിരയുകയാ. തന്റെ വാപ്പയെ തിരയുകയാണ്. 3 മക്കളും വാപ്പാനെ തിരയുകയാണ്. വാപ്പാനെ കാണാതെ വന്നപ്പോ നബിതങ്ങളുടെ കൂടെ വന്നവരുടെ കൂട്ടത്തിൽ തന്റെ വാപ്പയെ കാണാതെ വന്നപ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ വാപ്പ വന്നില്ലേ നബിയേ, ഞങ്ങളുടെ വാപ്പ വന്നില്ലേ നബിയേ. നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 പിഞ്ചുമക്കള് അവരുടെ വാപ്പാനെ കുറിച്ച് ചോദിക്കുമ്പോ നബി തങ്ങളുടെ കൈ വിറയ്ക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. നബി തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ജൗഫറിന്റെ 3 മക്കളെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. നബി തങ്ങളെ വിടന്ന് ചുംബിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സ്വഹാബാ. നബി തങ്ങൾ അവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് തിരക്ക് കൂട്ടുകയാണ്. ആ 3 മക്കളെ ഓരോരുത്തരും ഒന്ന് കെട്ടിപ്പിടിക്കുകയാ. അവര് ചുംബിക്കുകയാ, അവര് സ്നേഹിക്കുകയാ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ചെറുപ്പക്കാരോട് പറയട്ടെ, ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ മോരെ? എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കുകയാണ്, തെറ്റ് ചെയ്യാത്ത ആരുമില്ലടോ, പാപം ചെയ്യാത്ത ആരുമില്ലടോ. ഇവിടെ ഒരുമിച്ച് കൂടിയ വാഴ പറയുന്ന ഞാനാകട്ടെ നിങ്ങളാകട്ടെ എല്ലാവരും തെറ്റു ചെയ്തവരാണ്. കള്ള് കുടിച്ചവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, കഞ്ചാവ് കുടിച്ചവരുണ്ട്, വൃത്തികേടുകൾ ചെയ്തവരുണ്ട്, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ട്, ഭാര്യ വഞ്ചിച്ചവരുണ്ട്, മാതാപിതാക്കളെ പറ്റിച്ചവരുണ്ട്. തെറ്റ് ചെയ്യാത്ത ആരുമില്ലടാ ചെറുപ്പക്കാരാ. കോളേജിൽ പോകുമ്പോ പാല വഞ്ചിച്ച മക്കള്, അല്ലാഹുവേ, ആവശ്യമില്ലാത്ത ഒരുപാട് വൃത്തികേടുകൾ ഒരുപാട് പേരുണ്ടല്ലോ. ഇന്ന് പാപമൊന്നും ഒരു കുഴപ്പമില്ലടോ. ഇന്ന് തെറ്റ് ചെയ്യാ പേടിയില്ലാത്ത കാലമാ. എല്ലാ ഭാഗത്തിന്റെ വഴികളും തുറന്നിട്ടിരിക്കുകയാ. അതുകൊണ്ട് പാപം ചെയ്ത ചെറുപ്പക്കാരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഇന അത്തവാബു. ആദമിന്റെ മക്കള് മലക്കുകളല്ല, പാപം ചെയ്യുന്നവരാ. ആദമിന്റെ മക്കള് മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. നമ്മൾ മുഴുവനും തെറ്റ് ചെയ്തവരാണ്. ഞാൻ ചെയ്യുന്നുണ്ടോ, നിങ്ങളും ചെയ്യുന്നുണ്ടോ? എന്നാ പാപം ചെയ്യുന്നവനിൽ നല്ലവനാരാ? ആ പാപം അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നവനാ. തങ്ങളെ പറയണം പൊന്നുമോള്, ജീവിതത്തിൽ എന്ത് പാപം ചെയ്തവളാണെങ്കിലും ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്റെ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് നീ അല്ലാഹുവോട് പറഞ്ഞ നിന്റെ പാപം അല്ലാഹു പുറത്തു തരും പെങ്ങളെ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കഴുകണോ പൊന്നുമോനെ? ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നിനക്ക് കഴുകിക്കളയണോ? ഉസ്താദേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഉസ്താദേ, ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് ഉസ്താദേ. പോട്ടടാ ചെറുപ്പക്കാരാ, മക്കളെ, നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ? എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ പെങ്ങന്മാരോട് പറയുകയാ, പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. നിന്റെ വീടിന്റെ പരിസരത്ത്, നിന്റെ കുടുംബത്തിൽ എത്രയോ യതീമായ മക്കളുണ്ട്, എത്രയോ യതീമായ മക്കൾ
പറയാറുണ്ട്, ആ യതീമായ മക്കളെ കണ്ട വിടല്ലേ ചെറുപ്പക്കാരാ. ഇന്ന് ഞാനിങ്ങോട്ട് വഴുതിന് വരുമ്പോ പടച്ചവനെ, തിരിയൂരുള്ള എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൽ ഞാൻ ഇന്ന് കടന്നുപോയി. എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ട സഹോദരനാ. ആ ഭാഗത്തൂടെ എപ്പോ വരുമ്പോഴും ഞാൻ ഫോൺ എടുത്തിട്ട് വിളിച്ചു പറയുമ്പോ എനിക്ക് ഭക്ഷണം തരുന്ന നൗഷാദ് എന്ന് പറയുന്ന സഹോദരൻ, പടച്ചറബേ, കബടിനകത്തൊരു ചെറിയ മുഴ വന്നടോ, അവസാന സർജറി കഴിഞ്ഞു. പടച്ചവനെ, പെട്ടെന്നാണ് മരണപ്പെട്ടു പോയത്. ഇന്ന് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ 2 ചെറിയ പെൺകുട്ടികളാണ്. ഉപ്പാനെ കുറിച്ച് പറയുമ്പോ കരയുകയാണ്. ആ കൊച്ചുമക്കളുടെ കണ്ണ് നിറയുകയാണ്. പടച്ചറബേ, ഞാൻ ആ മക്കളെ സ്നേഹത്തോട് അടുത്ത് വിളിച്ചു. ഉപ്പാ, സ്വർഗത്തിലെ ആ മക്കള്, എന്റെ പ്രിയപ്പെട്ടവരെ, യതീമായ മക്കളെ കിട്ടാ നിങ്ങൾ വെറുതെ വിടരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? യതീമിന്റെ തലയിൽ കൈവക്കടാ ചെറുപ്പക്കാരാ. യതീമായ മക്കളുടെ തലയിൽ കൈവക്കടാ ചെറുപ്പക്കാരാ. എന്റെ സഹോദരിമാരെ, യതീമായ മക്കളെ കണ്ട അവരുടെ തലയിൽ കൈവച്ച് തലോടണേ, അവരുടെ തലയിൽ കൈവച്ച് തടകണേ. എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യതീമായ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ തടകണം. ആ രോമങ്ങൾ നിന്റെ പാപം പൊറുപ്പിക്കുന്നതാണ്. ആ രോമങ്ങൾ നിന്റെ കയ്യിൽ തൊടുന്നതിനനുസരിച്ച് നിന്റെ പാപം അല്ലാഹു പുറത്തു തരും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, സ്വഹാബാ, എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്കുക സ്വഹാബാ. സ്വഹാബത്ത് അവിടെ നിന്ന് ചുംബിക്കുകയാണ്. ആ മക്കളെ കെട്ടിപ്പിടിക്കുകയാണ്. ആ മക്കളുടെ തലയിൽ കൈവച്ച് തടകുകയാണ്. 19 വയസ്സുള്ള അസ്മാ എന്ന് പറയുന്ന പെണ്ണീ രംഗം ഇങ്ങനെ കാണുകയാണ്. അസ്മായിന് മനസ്സിലായടോ, അല്ലാഹുവേ, തന്റെ ഭർത്താവിന്റെ കാര്യം അവിടെ നിന്ന് മനസ്സിലാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അസ്മാ, നിന്റെ ഭർത്താവ് ജൗഫർ ഷഹീദായി. അസ്മാ, നിന്റെ ഭർത്താവ് ഷഹീദായ സുമാ. എല്ലാവരും നിശബ്ദരായി കാത്തു നിൽക്കുകയാണ്. ആ 19 വയസ്സുകാരിയുടെ പ്രതികരണം എന്തെന്നറിയാ? നിലവിളിയില്ല, അട്ടഹാസമില്ല, പിടഞ്ഞ് താഴെ വീഴുന്നില്ല. അസ്മാ എന്ന് പറയുന്ന പെണ്ണിനോട് നബി തങ്ങൾ, നിന്റെ ഭർത്താവ് മരണപ്പെട്ടു, നിന്റെ ഭർത്താവ് ഷഹീദായി എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ആ പെണ്ണിന്റെ പരിശോധന എന്തെന്നറിയോ? ആ പെണ്ണിന്റെ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു 19 വയസ്സുകാരി 3 മക്കളുള്ള ഒരു പെണ്ണ്, 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളുടെ ഉമ്മയായ ഒരു പെണ്ണിനോട് നിന്റെ ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറയുമ്പോ ആ പെണ്ണിന്റെ ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഒരേ ഒരു കാര്യം അറിയണം നബിയേ. എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. പെങ്ങളെ, സീരിയലിന്റെ കഥയല്ല പറയുന്നത്, സിനിമാ കഥയല്ല പറയുന്നത്. നിന്നെ പോലെ പച്ചയിറച്ചിയും വികാരവും വിചാരവുമുള്ള ശരീരത്തിലൂടെ രക്തമൊഴുകുന്ന ഒരു പെണ്ണിന്റെ ചരിത്രമാണ് പറയുന്നത്. ആസ്മാ എന്ന് പറയുന്ന പെണ്ണിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അസ്മാ, എന്തേ അസ്മാ ചോദിക്കാനുള്ളത്? എന്തേ അസ്മാ? യാ റസൂലല്ലാഹ്, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ?
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിച്ചു, എന്തു പറ്റി അസ്മാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്ക് കത്തിരുന്നപ്പോ ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്ക് കത്തിരുന്നപ്പോ അസ്മാഇന്റെ മടിയിലെ ജൗഫർ കിടക്കുന്നുണ്ട്. അസ്മാ എന്ന പെണ്ണിന്റെ മടിയിലെ ജൗഫർ റളിയല്ലാഹു തആല അൻഹു കിടക്കുന്നുണ്ട്. കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അസ്മാ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മോഹമുണ്ട് അസ്മാ. മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം, മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം, എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പോയിരുന്ന നോമ്പ് മുറിക്കണം. മരിക്കുമ്പോ നോമ്പുകാരനായി മരിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് എനിക്ക് നോമ്പ് മുറിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം, നീ എനിക്ക് എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുവേ എന്റെ ഭർത്താവിനെ നോമ്പുകാരനാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഒരു ചെറുപ്പക്കാരന്റെ ആഗ്രഹമാണ്. അസ്മാഉ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം. ഇപ്പൊ ദുആ ചെയ്യ അസ്മാ. തന്റെ ഭർത്താവ് മടിയിൽ കിടക്കുമ്പോ അസ്മാ എന്ന് പറയുന്ന ഭാര്യ ദുആ ചെയ്തു, എന്റെ ഭർത്താവിനെ നോമ്പുകാരനാക്കി മരിപ്പിക്കണേ അല്ലാഹ്. നബി തങ്ങൾ ചോദിച്ചു, സഹാബാ എങ്ങനെയായിരുന്നു എന്റെ ജൗഫറിന്റെ മരണം? യാ റസൂലല്ലാഹ്, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി കൈകാലുകളില്ലാതെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ വെള്ളവുമായിട്ട് ഓടിച്ചെന്നു നബിയേ, വെള്ളവുമായിട്ട് ഓടിച്ചെന്നു നബിയേ. കൈകളില്ലാതെ കാലുകളില്ലാതെ ശരീരം മുഴുവനും വെട്ടുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോ പടച്ചവനെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോ ജൗഫർ തങ്ങള് വിളിച്ചു പറഞ്ഞു, വേണ്ട സഹാബാ, എനിക്കിന്ന് നോമ്പാ, എനിക്കിന്ന് സുന്നത്ത് നോമ്പാ. കടന്ന് ചോദിച്ചാലും നിങ്ങൾ വെള്ളം തരരുത്. ഞാൻ ഇന്നിവിടെ കിടന്ന് എത്ര നിലവിളിച്ചാലും വെള്ളം തരരുത്. എനിക്ക് നോമ്പുകാരനായി മരിക്കണം. ഇതെന്റെ ഭാര്യയുടെ ദുആയാണ്. ഇതെന്റെ ഭാര്യ റബ്ബിനോട് ദുആ ചെയ്തു വാങ്ങിത്തന്നതാണ്. അവസാനം ജൗഫർ റളിയല്ലാഹു തആല അൻഹു നോമ്പുകാരനായിട്ടാണ് ഷഹീദായത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? റഅയ്തു ജൗഫറ മലക്കൈ يطير مع الملائكة. നിന്റെ ഭർത്താവ് മലക്കുകളെ പോലെ പറക്കുന്നു അസ്മാ.